ഭാരം സപ്ലി ഭാരം തലയ്ക്കും ഭാരം കരിപ്പ പരിവാരം ചൊറിഞ്ഞ നാട്ടുകാരും. അവന്റെ ഒരു സപ്ലി പാട്ട് കുറെ നേരം തുടങ്ങിട്ട്. അല്ല ജാക്സൺ ഭായി, നിങ്ങൾ എന്താണ് വരാൻ പറഞ്ഞത്? എന്താ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല. എന്താണ് ഭായി? ഈ കൂടുതൽ ചോദ്യം ചോദിക്കാൻ നിൽക്കണ്ട, ഞാനൊരു കാര്യം പറയാതെ അങ്ങോട്ട് ചെയ്താൽ മതി. ഉണ്ടാണ്ട് കണ്ട അതാണ് റോസാരിയോ സാഹിബ്. അയാൾ സ്ഥലം മേടിക്കാനുള്ള പ്ലാനാണ്. അതിനുള്ള കാശ് ബാങ്കിൽ നിന്ന് എടുത്തിട്ട് വന്ന വഴി ഞാൻ ബാഗ് കണ്ട. ഉച്ച കഴിഞ്ഞാൽ അതുകൊണ്ട് കൊടുക്കും. അതിന് മുമ്പ് നമുക്കത് ചാമ്പണം. റൈറ്റും റോങ്ങും എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടാ. ഈ എന്തെങ്കിലും ജോലി വേണമെന്ന് പറഞ്ഞ എന്റെ പുറകെ ജോലി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്ഥിരം പണിയാണ്, അല്ലാണ്ട് ഇങ്ങനെ സ്ഥിരം പണി കിട്ടുന്ന ജോലികളൊന്നും ഞാൻ പറഞ്ഞില്ല. പൊട്ട നീ കക്കണ്ട. നീ ഒരു കാര്യം ചെയ്താൽ മതി. 5 മിനിറ്റ് അയാൾ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിർത്തണം. ഞാൻ ബാക്ക് ഡോർ വഴി കയറി പണി നടത്തിക്കോളാം. എന്തെങ്കിലും ജോലി ആണെന്നൊക്കെ ചോദിച്ചാൽ 5 മിനിറ്റ് പിടിച്ചു നിർത്ത്. അയാൾ അകത്തേക്ക് വരാൻ നോക്കണം. ബാക്കി കാര്യം ഞാൻ എടാ പോടാ പോടാ. ആരാ എന്താ ഒരുപാട് റോസാരിയോ സാഹിബ് അല്ലേ? യെസ് പറയൂ. എന്തെങ്കിലും ജോലി ഉണ്ടോ? ജോലിയാ? എന്ത് ജോലി? എന്ത് ജോലിയാണല്ലോ സീനില്ല. ഇവിടെ ജോലിയൊന്നുമില്ല. അയ്യോ ഇപ്പൊ പോലെ റോസാരിയോ സാഹിബിന് വലിയ മനസ്സാണ്. ആര് ചോദിച്ചാലും സഹായിക്കുന്നൊക്കെയാണല്ലോ എല്ലാരും പറയണത്. എന്തെങ്കിലും ജോലി ഒന്ന് സഹായിക്കും. എന്റെ പൊന്നു സാഹിബ്, നിങ്ങൾ എന്റെ ദൈവമാണ്. നിങ്ങളെന്ന് കണ്ടില്ലായിരുന്നു ഞാൻ കാക്കനാട് ബസ് സ്റ്റാൻഡിൽ തെണ്ടണ്ടി വന്നേനെ. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? അതോ മറ്റേ പൂച്ച? അത് പൂച്ചെന്ന് ഒരിക്കലും ബാക്ക് ഡോർ പൊളിച്ചേറി വല്ല കള്ളടിക്കും. നിങ്ങൾ പോലീസിനെ വിളിക്കും സാഹിബ്. അങ്ങനെ? ഓ മൈ ഗോഡ്. ചൊറിഞ്ഞു നാട്ടുകാരും